Lifestyle in USA. ലൈഫ്സ്റ്റൈൽ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ലോകമെങ്ങുമുള്ള ചൈനീസ് വംശജർ പുതുവർഷത്തെ വരവേൽക്കുകയാണ്. ലൂണാർ കാലണ്ടറിൽ വർഷം 4708. അമേരിക്കയിലും ചൈനീസ് വംശജർ ഏറെയുള്ള നഗരങ്ങളിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂയോർക്കിലെ ചൈന ടൗൺ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവും ചൈനീസ് വംശജർ തിങ്ങി വസിക്കുന്ന പ്രദേശവുമാണ്. ഇന്ന് ലൈഫ് സ്റ്റൈലിൽ ന്യൂയോർക്കിലെ ചൈന ടൗണിനെ പരിചയപ്പെടുത്തുന്നു. ഒപ്പം അവിടെ നടന്ന ന്യൂ ഇയർ ആഘോഷം. ഈ ആഴ്ചയിലെ US വീക്ക്ലി റൗണ്ട് അപ്പിൻ്റെ ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ന്യൂയോർക്കിലെ ചൈന ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ചൈനീസ് ലൂണർ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. As you can see, there are so many dragons in the store. The significance of the dragon going to stick to each store is to remove the evil spirits and to bring good luck to every store here. As you can see, this festival is similar to this festival in Holi in India. Look how much fun they're having, guys. What's your name? Cindy. Cindy. Cindy, what's the significance of this parade? It's to scare away the evil spirit. Okay. Why are they bringing dragons to every different stores? Or to scare away the evil spirit for each store so that they can have good luck. Good luck. Yeah. Hi, what's your name? My name's Fanny. My name's Ryan. And your name? Common. Hi, sweetie, what's your name? Katie. What's the significance of this event, this parade? Anyone? For the New Year's to make a lot of noise, everybody be happy. The noise is to drive away all the evil things. Okay. And why do they bring the dragons to different stores? Well, just tradition, either the lions or the dragons. And how long is this tradition going for? It can be at least a week. Are you guys having fun? Oh yes. Oh yes. Happy New Year to everybody. Happy New Year. And happy Valentine's to you all. Yeah, Thank you. ഇനി അമേരിക്കൻ മലയാളികളുടെ വിശേഷങ്ങളുമായി കമ്മ്യൂണിറ്റി റൗണ്ട് അപ്പ്. ന്യൂയോർക്കിൽ പുതിയ മലയാളി സംഘടന നിലവിൽ വന്നു. റോക്ക്ലൻഡ് കൗണ്ടിയിലെ പുതിയ മലയാളി കൂട്ടായ്മയായി രൂപം കൊണ്ട് റോക്ക്ലൻഡ് മലയാളി അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്ന സംഘടനയായിരിക്കുമെന്ന് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത തോമസ് ജോർജും സെക്രട്ടറി രാജു മുണ്ടോലിലും പുതിയ ഭാരവാഹികളും പറഞ്ഞു. എൻ്റെ പേര് റജി. റോക്ക്ലാൻഡ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിന് വളരെ നന്ദിയുണ്ട്. ചാരിറ്റി വർക്കുകൾ ആണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. എൻ്റെ പേര് രാജു മുണ്ടോലിൽ. ഞാൻ ഈ പുതിയ സംഘടനയുടെ, അതായത് റോക്ക്ലാൻഡ് മലയാളി അസോസിയേഷൻ അല്ലെങ്കിൽ റോമ എന്ന പേരിൽ അറിയപ്പെടും, അതിൻ്റെ സെക്രട്ടറിയേറ്റിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് തോമസ് എ വർഗീസ്. ഞാൻ ഈ റോക്ക്ലാൻഡ് മലയാളി അസോസിയേഷൻ്റെ ട്രഷററായിട്ട് എന്നെ സെലക്ട് ചെയ്ത് അതിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളൊരു മെഗാ ഷോ നടത്തുന്നുണ്ട്. ആദ്യമായിട്ട് അത് ഹെയ്ത്തിയിലെ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു ചാരിറ്റിയാണ്. എന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടാണ് തിരഞ്ഞെടുത്തത്. ഈ അസോസിയേഷൻ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു അസോസിയേഷൻ ആയിരിക്കും. എൻ്റെ പേര് ഫിലിപ്പ് ചെറിയാൻ. ഞാൻ റോമ മലയാളി അസോസിയേഷൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്.
ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിസ്വർഗതാളമാർന്നതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിസ്വർഗതാളമാർന്നതിവിടെ. ടൊറോണ്ടോയിൽ മാർച്ച് 13 നടക്കുന്ന മിസ് കേരള കാനഡ സൗന്ദര്യ മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 20 യുവതികളാണ് അവസാന റൗണ്ടിൽ മത്സരിക്കുന്നത്. പ്രശസ്ത സിനിമാ നടി കനിഹ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രശസ്ത പിന്നണി ഗായിക പി മാധുരിയുടെ ഗാനമേള കൂടാതെ നിരവധി കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. മിസ് കേരള കാനഡ ആദ്യമായിട്ട് ടൊറന്റോയിൽ നടത്തുകയാണ്. വളരെയേറെ കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 മണിക്കൂറോളം പ്രോഗ്രാംസ് നീണ്ടിരിക്കും. ഏതാണ്ട് 100 പരം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് ഈ ഷോയ്ക്ക്. ഡാലസിലെ സെയിന്റ് തോമസ് യാക്കോബൈറ്റ് കിനാനായ ചർച്ചിന്റെ കൂദാശ ചടങ്ങ് നടന്നു. ബിഷപ്പ് മോർ സിൽവനോസ് ആയൂബ് മെത്രോപാലിത്തയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ടെക്സസിലെ നിരവധി ഇന്ത്യൻ വൈദികരും വിശ്വാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. സന്തോഷം ഉടനെ തൃപ്തിയാക്കണമേ. ക്ഷീണതയോടെ എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നതിന് മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. US വീക്ക്ലി റൗണ്ടപ്പിന്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കാനഡയിലെ വാൻകൂവറിൽ നടന്നുവരുന്ന വിന്റർ ഒളിമ്പിക്സിലെ ഫിഗർ സ്കേറ്റിംഗ് മത്സരങ്ങളിൽ നിന്നുള്ള ഏതാനും ദൃശ്യങ്ങൾ. US റൗണ്ടപ്പിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം. ഞങ്ങളുടെ വിലാസം us@asianetworld.tv. അറൗണ്ട് അമേരിക്ക, ലൈഫ് സ്റ്റൈൽ, മെഡിക്കൽ മിനിറ്റ് എന്നീ വ്യത്യസ്ത സെഗ്മെന്റുകളുമായി ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ച എത്തും. I'll see you next week. Goodbye.